മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ഈ കാണുന്നത് അതിസുന്ദരമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ മുസ്ലിം സമുദായ സംഘടനയായിട്ടുള്ള കാന്തപുരം വിഭാഗത്തിന്റെ കാന്തപുരം എ പി അബൂബക്കർ മുസല്യാരും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എല്ലാ രീതിയിലുള്ള ഭാരതീയ സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിഥിയെ വളരെ വലിയ രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു. മാത്രവുമല്ല 94 വയസ്സുള്ള എ അബൂബക്കർ മുസല്യാരെ ഇരുത്തിയിട്ട് ആ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നു, നമ്മുടെ സംവിധാനങ്ങൾ, കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു മതത്തിനുമെതിരെയല്ല, എല്ലാവർക്കും ഒപ്പമാണ്, എല്ലാവരെയും ഒരുപോലെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജയ്യമായിട്ട് ലോകത്ത് മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സുന്ദരമായ കാഴ്ച തന്നെയാ നമ്മൾ ഈ കാണുന്നത്. ചെറുപ്പ വലുപ്പമില്ലാതെ അദ്ദേഹം എത്രത്തോളമാണ് 94 വയസ്സുള്ളൊരു സമുദായിക നേതാവിനെ ചേർത്ത് പിടിക്കുന്നത്. ഈ പോസ്റ്റ് നരേന്ദ്രമോദി തന്റെ എക്സില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ. ഞാൻ അതാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി എ അബൂബക്കർ മുസല്യാരുടെ കൈ പിടിച്ച് അദ്ദേഹത്തിന്റെ അരികിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രധാനമന്ത്രി തന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്ര 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 അതായത് എത്രത്തോളമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഓരോ ആളുകളെയും ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണം തന്നെയല്ലേ നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്തതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് സാഹബുമായി വളരെ നല്ല ആശയവിനിമയം ഉണ്ടായിരുന്നു. വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ അഭിപ്രായങ്ങൾ കൈമാറി. സാമൂഹിക ഐക്യം, സാഹോദര്യം, വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ശ്രദ്ധേയമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാ ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നത്. അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുസ്ലിം സമുദായത്തെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നത് എന്നല്ലേ നമ്മൾ ഇതിലൂടെ കണ്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജിഹാദികളായിട്ടുള്ള, സുഡാപ്പികളായിട്ടുള്ള, തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നമ്മുടെ കേന്ദ്ര സർക്കാരിന് എതിരെ സംസാരിക്കേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും ജിഹാദികൾക്ക് മാത്രമാണ് എതിര്, സുഡാപ്പികൾക്ക് മാത്രമാണ് എതിര്. രാജ്യവിരുദ്ധർക്കാണ്. അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ഈ രാജ്യവിരുദ്ധരെയാണ് എതിർക്കുന്നത്. ഒരു മതത്തെയുമല്ല, ഒരു മതത്തെയും നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളോ നമ്മുടെ പ്രധാനമന്ത്രിയോ എതിർക്കുന്നില്ല എന്നുള്ളത് ഇതിലൂടെ കേരള പൊതുസമൂഹം തിരിച്ചറിയണം. വളരെ വ്യക്തമായിട്ട് വളരെ സുന്ദരമായ ഒരു സന്ദേശം. മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് നമ്മുടെ ഭാരതത്തിലാണ് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈ കാന്തപുരം എ അബൂബക്കർ മുസല്യാര് തന്റെ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, വിശുദ്ധ റമദാൻ സന്ദേശം അറിയിക്കാൻ കൂടിയാണ് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നത്. ഇത് യഥാർത്ഥത്തില് കേരളത്തിലെ സകല ജിഹാദികളുടെയും, സകല സുഡാപ്പികളുടെയും, സകല തീവ്ര ചിന്താഗതിക്കാരുടെയും, സകല ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും, സകല രാജ്യവിരുദ്ധരുടെയും മണ്ടക്കേറ്റിട്ടുള്ളൊരു ഒരു ഒന്നൊന്നര അടിയ എ അബൂബക്കർ മുസല്യാര് കേരള പൊതുസമൂഹത്തോട്, ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു, ഒരു പാർട്ടിയോടും ഒരു അകൽച്ചയുമില്ല. ഈ രാജ്യത്തിന്റെ നന്മ ചെയ്യുന്നത് ആരോ അവർക്കൊപ്പം നിലകൊള്ളൂ. കൃത്യമായൊരു സന്ദേശം എ അബൂബക്കർ മുസല്യാര് ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് നൽകി കഴിഞ്ഞു. ഇനി എന്ത് ആക്കും കേരളത്തിലെ ഇടതും വലതോ? ഇത്രയും കാലം BJPക്കെതിരെ വർഗീയതയോ അതോ ഇതോ എന്ന് പറഞ്ഞു നടന്ന ആളുകൾ ഇനി എന്ത് ചെയ്യും? ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളെ പേടിപ്പിക്കലായിരുന്നു സ്ഥിരമായിട്ട് കേരളത്തിലെ UDF LDF ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോ ഇനി എന്ത് ചെയ്യും? തീരെ മനസ്സിലാവുന്നില്ല. ഇനി എന്ത് ചെയ്യൂ? മുസ്ലിം സമുദായത്തിലെ
കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക സംഘടനാ നേതാവായിട്ടുള്ള AP അബൂബക്കർ മുസ്ലിയാരാണ് നേരിട്ട് നരേന്ദ്രമോദിയെ കണ്ടിട്ടുള്ളത്, കൂടിക്കാഴ്ച നടത്തിയത്. മുസ്ലിം സമുദായത്തില് ഏറ്റവും സുന്ദരമായിട്ട് സമാധാനത്തില് സുരക്ഷയില് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സൗകര്യം മുസൽമാനുള്ളത് എന്നുള്ള കൃത്യമായ ഒരു പ്രഖ്യാപനത്തിന്റെ കൂടിക്കാഴ്ചയല്ലേ നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. അല്ല, റിപ്പോർട്ടർ ചാനലിലൊക്കെയുള്ള കുറെ നെറികെട്ടവന്മാരുണ്ടല്ലോ. എന്നെ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒന്ന് ആദരിച്ച സമയത്ത്, എനിക്കൊരു പൊന്നാട അണിയിച്ചൊന്ന് ആദരിച്ച സമയത്ത് എന്തൊക്കെ പുകിലായിരുന്നോ. സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്നു, സംഘപരിവാറിന് വേണ്ടി എന്തേ AP അബൂബക്കർ മുസ്ലിയാരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൈപിടിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്നു. എന്തേ ധൈര്യം ഉണ്ടോ സംഘപരിവാറിന് വേണ്ടി കാന്തപുരം പ്രധാനമന്ത്രിയെ കണ്ടു എന്ന് പറയാൻ? ഉളുപ്പ് വേണം. റിപ്പോർട്ടറോടാ പറയുന്നത്, ലേശം ഒരു ഉളുപ്പ് വേണോ? ഇവിടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ചേർത്ത് പിടിക്കും. അതിനി ആരായാലും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കും. AP അബൂബക്കർ മുസ്ലിയാര് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയതോടുകൂടിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങള് കൃത്യമായിട്ട്, ഞാൻ ഈ രാജ്യത്തിനെ എതിർക്കുന്നവരെയോ ജിഹാദികളെയോ സുഡാപ്പികളെയോ തീവ്ര ചിന്താഗതിക്കാരെയോ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ചല്ല പറയുന്നത്, ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങളും കൃത്യമായിട്ട് സുന്ദരമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും മുന്നോട്ട് പോകുന്നത് എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ മകനും അതുമായി ബന്ധപ്പെട്ട ആളുകള് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന സമയത്ത് അവര് വെറുതെ വിവരമില്ലാഞ്ഞിട്ടങ്ങ് പോയതല്ല. നമ്മുടെ അയൽ രാജ്യം ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിലേക്കൊന്ന് കണ്ണു തുറന്ന് AP അബൂബക്കർ മുസ്ലിയാരൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടാവും. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനില്, ബംഗ്ലാദേശില്, ഇറാനില്, ഇറാഖില്, സിറിയയില്, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, ഒരുപാട് പൊട്ടിത്തെറികൾ കാരണം. അതേസമയം RSS ഭരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് മുസ്ലിങ്ങൾ ഏറ്റവും സുന്ദരമായിട്ട് സൗകര്യങ്ങളിലും സമാധാനത്തിലും സുരക്ഷയിലും മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും വിവരമുള്ള നിലവാരമുള്ള മത നേതാക്കന്മാര് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയെ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുമായിട്ട് ഇതിനും കുരുപൊട്ടി ഒരുപാട് ആളുകളുണ്ട്. ആ കുരുപൊട്ടലൊക്കെ എത്ര കാലം പൊട്ടിക്കൂ, അതാണ് തീരെ മനസ്സിലാവാത്തത്. ഏതായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിന്ന് ദേശീയതക്കൊപ്പം നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ ഇതുപോലെ ഒരു നീക്കം നടത്തിയതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമ്മുടെ കേരളത്തില് BJP അധികാരത്തിലേക്കൊക്കെ എത്തുമെന്ന് പറയുമ്പോ അതിനെയൊക്കെ പുച്ഛിച്ച ആളുകളെയാണിപ്പോ വ്യക്തമായിട്ട് ഓർക്കാൻ തോന്നുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ വ്യക്തമാണ്, വളരെ പെട്ടെന്ന് തന്നെ BJP അധികാരത്തിലെത്തുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ.